ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ഈസ്റ്ററിൽ ഒരുക്കമൊക്കെ നല്ല ഉഷാറായി നടക്കുന്നുണ്ടല്ലോ അല്ലേ കുഞ്ഞുങ്ങളെ? ഹല്ലേലൂയ. രാത്രി തന്നെ പള്ളിയിലൊക്കെ പോകണം കേട്ടോ. പിന്നെ പ്രായമുള്ളവർ രാവിലെ പോയാലും സാരമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, ഞങ്ങൾ സെമിനാരി രാത്രി തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നിൽക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിച്ചോളാം കേട്ടോ. പിന്നെ ഈസ്റ്ററിന്റെ ആഘോഷങ്ങൾ അതിര് കിടക്കരുതേ കേട്ടോ. എല്ലാം ആവശ്യമില്ലാത്ത ഡ്രിങ്ക്സ് കാര്യങ്ങൾ, സ്നേഹം ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യരുത്. കുടുംബാംഗം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു പണി കാണിക്കരുത് കേട്ടോ. ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. നല്ലൊരു കൃപയിലുള്ള ഈസ്റ്ററായിട്ട് മാറട്ടെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. തിരക്കിനിടയിൽ അഭിഷേകം കാണാൻ ഒന്ന് മറന്നേക്കരുത്. അതൊക്കെ എല്ലാം ഓർക്കുന്നു വേണം കേട്ടോ. ഒരു കാര്യം ചെയ്യുന്ന ശനിയാഴ്ച, അതൊക്കെ ശനിയാഴ്ചയാണെങ്കിലും നമുക്ക് അവർ നിയോഗം വെച്ചേക്കാം. നമുക്ക് വ്രതമൊക്കെ നവീകരിച്ചായിരുന്നു അല്ലേ? ജ്ഞാനസ്നാനം ഒരു പുതിയ തുടക്കം കേട്ടോ. ഒരു പുതിയ തുടക്കമായിട്ട് മാറ്റപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ മീഡിയ വഴിയുള്ള 4 പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ, അഭിഷേകാഗ്നി, അതേപോലെ തന്നെ ഹോളി സ്പിരിറ്റ് ഈവനിങ്, ഫ്രൂട്ട് ഓഫ് മേരി, കുഞ്ഞിട്ടോക്ക്, എല്ലാത്തിനും വേണ്ടി നമുക്ക് നന്മ പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27:10 അടിസ്ഥാനപ്പെടുത്തിയാണ്. തലക്കെട്ട് ഇതാണ് സഹോദരങ്ങളെ, ദൂരക്കാഴ്ചകളുള്ളവർ കുറയുന്നു എന്നതിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയൊക്കെ വെക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടല്ലോ ധാരാളം പേര്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 27:10 ആക്സ് 27:10 പഠിപ്പിക്കുകയാണ്. പൗലോസിലേക്ക് പറയുക, ശതാധിപനുണ്ട്, അതേപോലെ തന്നെ തടവുപുള്ളികളുണ്ട്, കപ്പിത്താനുണ്ട്, കപ്പലിന് വർക്ക് ചെയ്യുന്നവരുണ്ട്, എല്ലാം കൂടി യാത്ര പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് പറയുന്ന ഒരു സെന്റൻസ് ആണ്, മാന്യരെ, ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. പൗലോസിലേക്ക് പറയുക, ഒരു കപ്പൽ യാത്ര പുറപ്പെടാൻ വരുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് നോക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വാസ്തവത്തിൽ എന്നിട്ട് അവർ പിന്നെ ഒന്നും കൂട്ടാക്കുന്നില്ല. പിന്നെ എൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങൾ ഞാൻ ചിലപ്പോൾ സമയം കിട്ടും ഓരോന്ന് പറഞ്ഞെടുക്കാം. എൻ്റെ സഹോദരൻ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു കപ്പൽ ചിലപ്പോൾ നമ്മുടെ കുടുംബമായിട്ട് നമുക്ക് എടുക്കാം, ഈ കപ്പൽ സഭയായിട്ട് എടുക്കാം. അപ്പം അതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു ദൂരക്കാഴ്ചകളില്ല എങ്കിൽ നമ്മളെടുക്കുന്ന പല ഷോർട്ട് തീരുമാനങ്ങൾ നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും. നമ്മളെടുക്കുന്ന കുഞ്ഞു തീരുമാനങ്ങളായിരിക്കും, പക്ഷേ ലോങ് ലാസ്റ്റ് ഭയങ്കര അപകടം ഉണ്ടാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില മനുഷ്യൻ ജീവിതത്തെ പറ്റി ചുമ്മാ ഒരു തീരുമാനം എടുത്തിച്ച് മനസ്സിലാകുന്നില്ലേ? അങ്ങനെ ചുമ്മാ തീരുമാനം എടുത്ത് കളയരുത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഒരു ദൂരക്കാഴ്ച വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കുമെന്ന് പറഞ്ഞിട്ട് ബൈബിളിലെ പഴയ നിയമത്തിലെ വചനമുണ്ട്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ മാർഗനിർദ്ദേശം കൊടുക്കാൻ ആൾക്കാരില്ല എന്നുള്ള, കുടുംബത്തിൽ മാർഗനിർദ്ദേശം കൊടുക്കാൻ ആൾക്കാരില്ല എന്നുള്ള ഒരു സംഘടനയിലാണ്. എന്തെങ്കിലും ഈവൻ ഒരു കോൺഗ്രിഗേഷനിൽ പോലും നമ്മളൊരു ഒരു 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 ദൂരക്കാഴ്ചയോടുകൂടി, പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ ഓർക്കാണ്, പറഞ്ഞ സമയം കുറേ പോകും, ഭക്ഷണന്മാരെല്ലാം ഓരോരോ കാലഘട്ടങ്ങൾ എന്തൊരു ദൂരക്കാഴ്ചയോട് കൂടിയാണ് ഒരു കൺസ്ട്രക്ഷൻ പോലും ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഓർക്കാം. അത് പോട്ടെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പിന്നെ പരിശുദ്ധാത്മാവ് അങ്ങനെ ചില കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് പേടി കൊണ്ടും ഭയം കൊണ്ട് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചോ, കേട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാതിരിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്ന് വെച്ചാൽ അതുമൂലം ആ കപ്പൽ മുഴുവൻ നാഷ്ടത്തിലേക്കും അപകടത്തിലേക്കും പോകുമല്ലേ. അതിനുശേഷം പിന്നെ പൗലോസിക പറയുന്ന കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. പിന്നെ ഗതിവിഗതികളെല്ലാം സ്ലീഹ തന്നെ മാറ്റാൻ പോകും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പറയുന്നത് കേട്ടില്ല എന്ന് വിചാരിച്ചൊന്ന് അവസാനിപ്പിക്കുകയൊന്നും ചെയ്യരുത്. ചില ആൾക്കാർ അങ്ങനെ, ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പ്രാവശ്യമല്ലേ കേൾക്കാതിരുന്നു ടെൻഷൻ പിടിക്കുന്നത് അല്ലേ? എന്നാൽ ശരി കേട്ടോ. ഹാപ്പി ഈസ്റ്റർ. നാളെ പറയാം. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ് ദൈവകരുണയുടെ നൊവേന പ്രത്യേകമായിട്ട് ചെല്ലുന്ന ഈ ഓരോ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ആശീർവദിക്കുകയാണ്. കർത്താവ് മുടങ്ങാതെ എല്ലാം കൃപ കൊടുക്കണമേ. കർത്താവ് പൂർണ്ണ ദണ്ഡവിമോചനം ഉള്ളതാണല്ലോ. കർത്താവ് ദൈവകരുണ തിരുനാൾ പുതുഞായറിനോടനുബന്ധിച്ച് എൻ്റെ പിതാവേ, ശരിക്കും അവനെ പുതിയൊരു ജ്ഞാനസ്നാനത്തിൽ എന്നതുപോലെ ഒരു പുതുജനനം നടക്കുമല്ലോ ദൈവമേ. അതുപോലത്തെ ഒരു കൃപ, പ്രത്യേകിച്ച് ദുഃഖ ശനിയാഴ്ചയൊക്കെ അതിൻ്റെ ഒരു അനുഭവമാണല്ലോ കർത്താവേ. എല്ലാം മനസ്സ് കണ്ടുകൊണ്ട് ആശീർവദിക്കുക. കർത്താവ് ഈസ്റ്റർ ദിവസം നല്ല വിശുദ്ധിയിലും കൃപയിലാകാൻ ഇവർ ഓരോരുത്തരും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങൾ ശല്യപ്പെടുന്ന ദുഷ്ടാരി ബുദ്ധിതനായ ഈശോയുടെ നാമത്തിൽ വിട്ടുപോട്ടെ. നിത്യാദ്യം ദിപതിക്കപ്പെടട്ടെ. നിങ്ങൾ നിയോഗങ്ങളിൽ കർത്താവ് ഇടപെടട്ടെ. മീഡിയ വഴി നിങ്ങൾക്ക് ഒരുപാട് ശുശ്രൂഷകൾ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ, സമൂഹമായ, കുടുംബമായ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. വിശുദ്ധ കുരിശിനകത്ത് മുദ്ര തരുന്നു.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.